ഹായ് സ്റ്റുഡൻസ്, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂൾ 2 ബാക്കി ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പ്രോക്സമിക്സ്. അപ്പോൾ ഈ പ്രോക്സമിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്പേസ് ആണ്. അതായത് ഒരു വ്യക്തി മറ്റൊരാളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു സ്പേസിനാണ് എന്തെന്ന് പറയുന്നത് പ്രോക്സമിക്സ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ എന്താണ് പ്രോക്സമിക്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ ഇൻ ദ സ്റ്റഡി ഓഫ് ഹൗ പീപ്പിൾ യൂസ് ആൻഡ് പെർസീവ് ഫിസിക്കൽ സ്പേസ് ടു കമ്മ്യൂണിക്കേറ്റ് നോൺ വെർബലി. നോൺ വെർബലി ആയിട്ട് മറ്റൊരു വ്യക്തിയോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം യൂസ് ചെയ്യുന്നതും എങ്ങനെയാണ് പീപ്പിൾസ് ആ ഒരു ഫിസിക്കൽ സ്പേസ് യൂസ് ചെയ്യാം എന്നുള്ള ആ ഒരു കാര്യത്തിനെ മനസ്സിലാക്കുന്നതിനാണ് പ്രോക്സമിക്സ് എന്ന് പറയുന്നത്. അതായത് വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയത്ത് ഒരു സ്പേസ്, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ഒരു മെസ്സേജ് അങ്ങോട്ട് കൺവേ ചെയ്യാനും അതുപോലെ തന്നെ കംഫർട്ട് ആവാനൊക്കെ ഒരു സ്പേസ് ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ സ്പേസ് ഉണ്ട് എന്നാണ് പറയണത്. ഇനി 4 മെയിൻ പ്രോക്സമിക് സോൺസ് ആണ്. അപ്പോൾ 4 രീതിക്കുള്ള സോൺസ് ഉണ്ടാവുക. ഒന്നാമത് ഇൻറ്റിമേറ്റ് സോൺ, അതായത് 0 to 1.5 feet വരെ ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. ഈ ഇൻറ്റിമേറ്റ് അറിയുമ്പോൾ ഒരു വ്യക്തി അവരുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ്, പാർട്ട്ണർ, ഫാമിലി ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ് ആണ് പറയണത്. അത് ഒരു 1.5 feet ഉണ്ടാവുള്ളൂ. രണ്ടാമത്തത് പേഴ്സണൽ സോണ്, അതൊരു 1.5 to 4 feet വരെ ഉണ്ടാവും. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ കുറച്ച് കംഫർട്ടൊക്കെ ആയിട്ട് ഒന്ന് റിലാക്സ് ആയിട്ട് നമുക്ക് ഫ്രണ്ട്സിനോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണ ആ ഒരു ഡിസ്റ്റൻസ് ആണ് 1.5 to 4 feet വരെ പറയണത്. മൂന്നാമത്തത് സോഷ്യൽ സോൺ, അത് 4 feet to 12 feet വരെ പോകും. അത് നമ്മൾ ഫോർമൽ ആയിക്കൊണ്ട് ഒരാളോട് ഫോർമലായിട്ട് പ്രൊഫഷണൽ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സോഷ്യൽ സോണിലാവുമ്പോൾ ഒരു 4 feet അല്ലെങ്കിൽ 12 feet വരെ ഡിസ്റ്റൻസ് വെക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ക്ലാസ്സിൽ പോയിട്ട് ഒരു ടീച്ചറും ഒരു കുട്ടികളും തമ്മിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് അതെന്താണ്, ഫോർമലാണ്, പ്രൊഫഷണലാണ്. അപ്പോൾ ഒരു 4 feet to 12 feet വരെ അതിൻ്റെ ഡിസ്റ്റൻസ് വരും. തേർഡ് മെയിൻ പ്രോക്സമിക് ഫോർത്ത് പ്രോക്സമിക് എന്ന് പറയുന്നത് പബ്ലിക് സോൺ ആണ്. അത് 12+ feet മേലെ ഡിസ്റ്റൻസ് വരും. അതായത് നമ്മൾ എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ നമ്മളെ ഈ ടൗണിലൊക്കെ എന്തെങ്കിലും കഴിച്ചൊരു ചിലപ്പോൾ മന്ത്രിയൊക്കെ വന്ന് ഇങ്ങനെ സ്പീച്ച് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ആ മന്ത്രി അവിടെ ഇരിക്കുന്ന ഓഡിയൻസ് തമ്മിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഡിസ്റ്റൻസ് ഉണ്ടാവും. 12+ feet ഡിസ്റ്റൻസ് ഉണ്ടാവും. അതാണ് പബ്ലിക് സോൺ എന്ന് പറയുന്നത്. ഇനി കൾച്ചറൽ വേരിയേഷൻസ് ഇൻ പ്രോക്സമിക്സ്. നമ്മൾ പറയും പ്രോക്സമിക്സ് എന്ന് പറയുമ്പോൾ ഒരു ഡിസ്റ്റൻസ്, സ്പേസ് കീപ്പ് ചെയ്യലാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അവിടെ ഒരു കൾച്ചറൽ വേരിയേഷൻസ് ഉണ്ടാക്കും. അത് ഒന്നാമത് ഡിഫറെൻറ്റ് എക്സ്പെക്റ്റേഷൻസ്. അപ്പോൾ നമ്മൾ പറയും പല രാജ്യങ്ങളിലും പല രീതിക്കുള്ള പ്രോക്സമിക്സ് ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ ഇന്ത്യയിൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു, ഹഗ് കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മൾ ഇന്ത്യയിലിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും, അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷേ പല രാജ്യങ്ങളിലും മേ ബി ഇത് ഹഗ്ഗൊക്കെ ആവും. അതാണ് ഡിഫറെൻറ്റ് എക്സ്പെക്റ്റേഷൻസ് ആണ്. അവിടുത്തെ സ്പേസ് എന്ന് പറയുന്നത് പല രീതിക്കുള്ളതാണ്. രണ്ടാമത്തത് മിസ് ഇൻ്റർപ്രിട്ടേഷൻ. ഇനി ചിലപ്പോൾ തെറ്റിദ്ധാരണ വരാം. അതായത് നമ്മളിവിടുത്തെ കൾച്ചറിൽ അതായത് ഇപ്പോൾ ഹഗ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് വേറൊരു കൾച്ചറിൽ പോകുമ്പോൾ ഹഗ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതെന്താണ്, ഈ ഒരു ഭാഗത്തെ കൾച്ചറാണ് ഒരാളെ കാണുമ്പോൾ നമ്മൾ ഹഗ് ചെയ്യാനുള്ളത് അവിടുത്തെ ഒരു കൾച്ചറാണ്. അപ്പോൾ അത് മറ്റുള്ള രാജ്യങ്ങളിൽ പോകുമ്പോൾ അത് അവരുടെ കൾച്ചർ അല്ലാത്തതുകൊണ്ട് തന്നെ അവർക്കതൊരു മിസ്അണ്ടർസ്റ്റാൻഡ് ആയിട്ട് മാറും. അതാണ് ഇതിൻ്റെ കൾച്ചറൽ വേരിയേഷൻസ് ഇൻ പ്രോക്സമിക്സിൽ ഉണ്ടാവുന്ന കൾച്ചറൽ വേരിയേഷനെ പറയണത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ക്രോണമിക്സ്. നമ്മൾ പ്രോക്സമിക്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്പേസ് ആണ് ഉദ്ദേശിച്ചത്. ഇത് ടൈമാണ്. അതായത് ഒരു മറ്റൊരു പീപ്പിളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ ടൈമിനെ അവിടെ എന്താണ് ചെയ്യുന്നത്, ടൈം എങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്നുള്ളതാണ് ക്രോണമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൾച്ചറൽ ഡിഫറൻസ് മോണോക്രോണിക് ഉണ്ട്, അതുപോലെ തന്നെ പോളിക്രോണിക് ഉണ്ട്. മോണോക്രോണിക് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് ഒരൊറ്റ ജോലി മാത്രമേ ആ ഒരു ടൈമിൽ ചെയ്യുള്ളൂ. അത് ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ഒരു ടൈമിൽ ഒരൊറ്റ ജോലിയിൽ മാത്രമേ അവർ ചെയ്യുള്ളൂ. പോളിക്രോണിക് പല രാജ്യങ്ങളിൽ കേട്ടോ, അത് ലൈക്ക് യൂറോപ്പ്, US അവിടെയൊക്കെ ആ ഒരു ടൈമിൽ ഒരൊറ്റ ജോലി മാത്രമേ ചെയ്യുള്ളൂ. പക്ഷെ പോളിക്രോണിക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏഷ്യൻ, ആഫ്രിക്കൻ, അറേബ്യൻ നേഷൻ ഇങ്ങനത്തെ രാജ്യങ്ങളിലത്തൊക്കെ അവിടുത്തെ കൾച്ചേഴ്സ് എങ്ങനെ
എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ടൈമിൽ തന്നെ ഒന്നിൽ കൂടുതൽ സൈമിൾട്ടേനിയസ്ലി ഒന്നിൽ കൂടുതൽ ജോലി ചെയ്യുന്നു. ഒരു ജോലി മാത്രമല്ല, അതിൻ്റെ കൂടെ വേറെയും മൾട്ടിപ്പിൾ ജോലീസ് ചെയ്യുന്നു എന്നുള്ളതാണ് പോളിഗ്രോണിക് ആയിട്ടുള്ള കൾച്ചറൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ. ക്രോണമിക്സിൻ്റെ കീ ഡയമെൻഷൻസ് ആണ് ഒന്ന് മോണോക്രോണിക് വിഎസ് പോളിക്രോണിക് ടൈം ഓറിയന്റേഷൻ. നമ്മൾ നേരത്തെ കൾച്ചറൽ ഡിഫറൻസിൽ പറഞ്ഞു. രണ്ടാമത്തെ പങ്ക്ച്വാലിറ്റി, അതായത് ഇവിടെ ആ ഒരു ടൈമിൻ്റെ ഒരു കൃത്യനിഷ്ഠത അവർ പാലിക്കുന്നു. മൂന്നാമത്തത് വെയിറ്റിംഗ് സ്റ്റാറ്റസ്, പവർ ഡൈനാമിക്സ് ആൻഡ് പേഷ്യൻ്റ് ലെവൽ. അതായത് എന്താണ്, ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് ചില സ്ഥാപനങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു കാൻഡിഡേറ്റിനെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കും. അവർ ടൈം ഇപ്പോൾ രാവിലെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് അവർ ഈവനിങ് വരെ അവരവിടെ ഇരുത്തേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. അങ്ങനെ ആകുമ്പോൾ ആ ഒരു കാൻഡിഡേറ്റിൻ്റെ പേഷ്യൻസ് ലെവൽ എത്ര ഉണ്ടെന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ആണ് വെയിറ്റിംഗ് സ്റ്റാറ്റസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തത് ഷെഡ്യൂളിംഗ്, അതായത് റിജിഡ് ആയിട്ടുള്ള എഫിഷ്യൻസി അവിടെ അവർക്ക് കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഷെഡ്യൂളിങ്ങും അഡാപ്റ്റബിലിറ്റിയും ഒരു ബാലൻസ് ലെവലിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു. അഞ്ചാമത്തത് ടൈം ആസ് എ കമ്മ്യൂണിക്കേഷൻ ടൂള്. ഈ ടൈം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ടൂളാണ്. നമുക്ക് എന്ത് കമ്മ്യൂണിക്കേഷൻ, അതായത് ഇപ്പോൾ രണ്ട് വ്യക്തികൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു പീപ്പിൾ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ മറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന പീപ്പിൾ അതിനനുസരിച്ചുള്ളൊരു പ്രിയോറിറ്റി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ തന്നെ റെസ്പോൺസ് കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കീ ഡയമെൻഷൻസ് ഓഫ് ക്രോണമിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ഹാപ്റ്റിക്സ്. അപ്പോൾ നമ്മൾ പറയും പ്രോക്സിമിക്സും ക്രോണിക്സും ഈ ഹാപ്റ്റിക്സൊക്കെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതെന്ന് പറഞ്ഞാൽ ടച്ചാണ്. പ്രോക്സിമിക്സ് പറഞ്ഞാൽ എന്തായിരുന്നു, ഡിസ്റ്റൻസ്, സ്പേസ്. പിന്നെ ക്രോണിക്സ് പറഞ്ഞാൽ ടൈമായിരുന്നു. ഹാപ്റ്റിക്സ് പറയുമ്പോൾ ടച്ചാണ്. അതായത് രണ്ട് വ്യക്തികൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ് മേ ബി ഒരു കമ്മ്യൂണിക്കേഷന് ടച്ച്, അവരൊന്ന് ഇമോഷണലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടച്ച് ചെയ്തുകൊണ്ട് അവരുമായി കമ്മ്യൂണിക്കേഷൻ ചെയ്യാം. അതായത് അദ്ദേഹം ഇമോഷണൽ സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നൊരു ഹഗ് ചെയ്തുകൊണ്ടോ അങ്ങനെ ടച്ച് വൈസായിട്ട് നോൺ വെർബലി അവർ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ആ ഒരു ഇതാണ് ഹാപ്റ്റിക്കൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സോഷ്യൽ നോംസ് ആൻഡ് അക്സെപ്റ്റബിൾ ടച്ചുകളൊക്കെയാണ് പറയുന്നത്. അതിൽ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ടച്ച്, അതായത് ചില രാജ്യങ്ങളിലൊക്കെ ഈ ഒരു ഫോർമൽ ആയിക്കോട്ടെ ഇൻഫോർമൽ ആയിക്കോട്ടെ ഇതൊക്കെ അവോയ്ഡാണ്. അതായത് ഇങ്ങനെ ടച്ച് ചെയ്യാൻ പാടില്ല. പക്ഷെ ചില രാജ്യങ്ങളിലെ കൾച്ചറിൽ ഇങ്ങനെ ടച്ച് ചെയ്യുന്നത് അക്സെപ്റ്റബിൾ ആണെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തത് ജെൻഡർ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ജെൻഡർ ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചില രാജ്യങ്ങളിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീനെ അവിടുത്തെ കൾച്ചർ അനുസരിച്ച് കൊണ്ട് ഹഗ് ചെയ്യുന്നതും ടച്ച് ചെയ്യുന്നതും അവിടെ അക്സെപ്റ്റബിൾ ആണ്, കുഴപ്പമില്ല. പക്ഷേ വേറെയുള്ള രാജ്യങ്ങളിൽ ഒരു ജെൻഡർ, അതായത് ഒരു മെയിൽ ഒരു വുമണിനെയോ അല്ലെങ്കിൽ ഒരു വുമൺ മെയിലിനെയോ ഹഗ് ചെയ്യണതൊന്നും ആൾക്ക് റെസ്ട്രിക്റ്റ് ആണ് എന്നാണ് പറയുന്നത്. മൂന്നാമത് ടച്ച് ആസ് എ സൈൻ ഓഫ് ഹയറാർക്കി. ഹയറാർക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പൊസിഷൻ വെക്കുക, റാങ്ക് ലെവൽ. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഒരു വർക്കർ, ഒരു എംപ്ലോയി നല്ല ജോബൊക്കെ ചെയ്ത് പ്രൊമോഷൻ കിട്ടി അയാളൊരു ഹൈ ലെവലിലോട്ട് റാങ്ക് ചെയ്ത് വെച്ചു അല്ലേ. അപ്പോൾ റാങ്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അയാളെ സൈൻ ചെയ്യും. ഗുഡ് ജോബ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ അയാളൊന്നൊരു പ്രോത്സാഹിപ്പിക്കും, പ്രശംസിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ആ വഴി നമ്മൾ എന്ത് ചെയ്യുക, അയാൾക്കൊരു ഹഗ് കൊടുക്കുക, ഹാൻഡ് ഷേക്ക് കൊടുക്കുക, അങ്ങനെ ഒരു ടച്ച് കമ്മ്യൂണിക്കേഷൻ അവിടെ വരിക. നാലാമത്തത് എക്സ്പ്രസിങ് ഇമോഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ടച്ച് ചെയ്യും. ഇപ്പോൾ ഒരു വ്യക്തി മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഇമോഷണലി നല്ല രീതിയിലോട്ട് മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ടച്ച് ചെയ്തുകൊണ്ട് ചിലപ്പോൾ അയാൾക്കൊരു ആശ്വാസ വാക്കുകളോ അല്ലെങ്കിൽ ആശ്വാസ ടച്ചിങ്ങോ കിട്ടേണ്ടി വരും. അപ്പോൾ ഒരു ഹഗ് വൈസിലൊക്കെ ആയിട്ട് ആ ഒരു ഇമോഷൻസിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് അക്സെപ്റ്റബിൾ ടച്ചസ് ആയിട്ട് വരുന്നത്. ഇനി കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പറയാനുണ്ടെങ്കിൽ ജപ്പാനിലൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ അവിടുത്തെ കൾച്ചർ എന്ന് വെച്ചാൽ ഹഗ് ചെയ്തുകൊണ്ടൊക്കെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. അതുപോലെ തന്നെ ഫ്രാൻസിലൊക്കെ നമ്മൾ ചീക്കിൽ കിസ് ചെയ്തുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷന്. US എങ്ങനെ വെച്ചാൽ ജസ്റ്റ് അതായത് ഹാൻഡ് ഷേക്ക് കൊടുത്തുകൊണ്ടൊക്കെയാണ് അവിടുത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഗസ്റ്റേഴ്സ്. അപ്പോൾ ഗസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതും ഒരു നോൺ വെർബിക്കലി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഇവിടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗസ്റ്റേഴ്സ് യൂസ് ചെയ്തത് ഹാൻഡ്, അതുപോലെ തന്നെ ഹെഡ്, ആം, ഇങ്ങനത്തെ നമ്മൾ ഓരോ ആംഗ്യങ്ങൾ കാണിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, മറ്റൊരാളുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാം. അതിനാണ് ഗസ്റ്റേഴ്സ് എന്ന് പറയുന്നത്.
അതിൽ ടൈപ്സ് ഓഫ് ഗസ്റ്റേഴ്സ് വരുന്നുണ്ട്. അതിലൊന്നാമത്താണ് എംപ്ലമാറ്റിക് ഗസ്റ്റേഴ്സ്. അത് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ എന്താണ് ഒരു എംപ്ലോയി നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് അയാളെല്ലാവരും പ്രശംസിക്കും, ഗുഡ് ജോബ്, വെൽ ഡൺ അങ്ങനെയൊക്കെ പറയുമല്ലേ. അപ്പോൾ നമ്മൾ ഒരു സ്പെസിഫൈ ഒരു വെർബലായിട്ട് നമ്മൾ പറയുന്ന സംഭവത്തെ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ വെർബലായിട്ടൊരു കാര്യം പറയുമ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യുക, അതായത് ഗസ്റ്റേഴ്സിലോട്ട് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ എന്താ ഗുഡ് ജോബ് എന്ന് പറയുന്ന സാധനത്തിന് നമ്മളെന്താ തംസപ്പ് എന്ന് ചെയ്താൽ അതൊരു ഗസ്റ്റർ മൂവ്മെൻ്റ് ആണ്. അങ്ങനെ തംസപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തുതന്നെയാണ്, ഗുഡ് ജോബ് എന്ന് തന്നെയാണ്. രണ്ടാമത്തെ ടൈമാണ് ഇല്ലുസ്ട്രേറ്റീവ് ഗസ്റ്റേഴ്സ്. അത് പറയുമ്പോൾ ഒരു വ്യക്തി വെർബലായിക്കൊണ്ട് ഒരാളായിക്കൊണ്ട് ഒരു വ്യക്തിയോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് അതായത് ഓഡിയൻസിന് അദ്ദേഹം എന്ത് പോയിന്റാണ് പറയണത് എന്ന് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹാൻഡ് മൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു സ്റ്റോണിനെ പറ്റി എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റോണിൻ്റെ ഫേസ് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഹാൻഡ് കൊണ്ട് അതിൻ്റെ ഫേസൊക്കെ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഗസ്റ്റർ ചെയ്ത് കാണിച്ചു കൊടുക്കുക. അതാണ് ഇല്ലുസ്ട്രേറ്റീവ് ഗസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് എഫക്റ്റീവ് ഗസ്റ്റേഴ്സ്. അത് പറയുമ്പോൾ നമ്മളെ എക്സ്പ്രസ് ഇമോഷൻസ് ഇതൊക്കെ പ്രകടമാക്കുക ഗസ്റ്റേഴ്സ് വഴി. ഇപ്പോൾ നമ്മൾ ഹാപ്പി ആണെങ്കിൽ നമ്മൾ ആ രീതിക്ക് ഗസ്റ്റേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ ആങ്കർ ആവുമ്പോൾ നമ്മൾ ദേഷ്യം കാണിക്കുമ്പോൾ ഗസ്റ്റേഴ്സ് അങ്ങനെ. നാലാമത്തത് റെഗുലേറ്ററി ഗസ്റ്റേഴ്സ്. അത് പറയുമ്പോൾ ഇപ്പോൾ ഒരു വ്യക്തി സംസാരിച്ചു കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തെ സ്റ്റോപ്പ് ചെയ്യാം, മതി, ആ ഒരു ടോപ്പിക് അത്ര പറഞ്ഞാൽ മതി എന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗസ്റ്റേഴ്സ് യൂസ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്തതിന് മതി എന്നുള്ളൊരു ആക്ഷൻ നമ്മൾ കാണിക്കുമല്ലോ, അങ്ങനെ യൂസ് ചെയ്യാം. ദ ഫിഫ്ത്ത് പോയിന്റ് ഈസ് അഡാപ്റ്റേഴ്സ്. അഡാപ്റ്റേഴ്സ് പറയുമ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ നമ്മൾ കോളേജിൽ ഒരു സെമിനാർ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷൻ ഇക്കാരം അല്ലേ, ഇത്രയും ഓഡിയൻസിൻ്റെ മുന്നിൽ എങ്ങനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുക, അങ്ങനത്തെ കുറേ ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ടാപ്പിംഗ് ഫിംഗേഴ്സ്, നമ്മളെ വിരലിലുള്ള കൈ പൊട്ടിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗസ്റ്റേഴ്സ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഗസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കൾച്ചറൽ ഡിഫറൻസ് ആണ് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്, അതായത് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ തംസപ്പൊക്കെ എല്ലാ കൾച്ചറിലും ഗുഡായിട്ടുള്ളൊരു ബിഹേവിയർ ആണ്. പക്ഷേ നമ്മൾ മിഡിൽ ഫിംഗറൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ ഒഫെൻസീവ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പിന്നെ പറയണത് നമ്മൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ നോട് ചെയ്യണത് എസ് ആണെന്നുണ്ടെങ്കിൽ അത് ചില കൾച്ചറിൽ നോ എന്നായിരിക്കും. അപ്പോൾ ഇതാണ് ഗസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് വരുന്ന പോർഷൻസ്. ബോഡി പോസ്ചേഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇവിടെ നമ്മുടെ ഒരു വ്യക്തി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ബോഡീൻ്റെ പൊസിഷനും അലൈൻമെൻറ്റും കാണിച്ചുകൊണ്ടാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ബോഡീൻ്റെ അയാളുടെ ബോഡീൻ്റെ പൊസിഷനും അലൈൻമെൻറ്റും ഒക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഏത് രീതിയിലോട്ട്, ആറ്റിറ്റ്യൂഡേക്കാണ്ടും ഇമോഷൻസ്, കോൺഫിഡൻസ്, ഇൻറ്റൻഷൻസ്, ആ രീതിയിലോട്ട്. അതാണ് ഇപ്പോൾ ബോഡി പോസ്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ബോഡി പോസ്ചേഴ്സ് ആണ്. അതിൽ ഒന്നാമത്തത് ഓപ്പൺ പോസ്ചർ. അതായത് നമ്മൾ ഫുൾ കോൺഫിഡൻസോട് കൂടിയിട്ട് നമ്മൾ ഒരു വ്യക്തിയുടെ മുമ്പിൽ പോയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. അതായത് ഫ്രീലി ഷോൾഡേഴ്സൊക്കെ കാമാക്കിക്കൊണ്ട്, ഹാൻഡ്സൊക്കെ കാമാക്കിക്കൊണ്ട്, അൺക്രോസ്ഡ് ആംസ് ആയിട്ട് അവരോട് കോൺഫിഡൻസോട് കൂടി ഓപ്പൺനെസ് ആയിക്കാണ് സംസാരിക്കുക. രണ്ടാമത്തത് ക്ലോസ്ഡ് പോസ്ചർ. അതായത് ഇവിടെ ഒരു വ്യക്തി കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് തീരെ കംഫർട്ട് ഇല്ല. അദ്ദേഹം ആംസൊക്കെ ക്രോസ് ചെയ്തുകൊണ്ട് ഭയങ്കര ടെൻഷൻ ആയിക്കൊണ്ടൊക്കെയാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. തേർഡ് വൺ ഈസ് ഡൊമീനിയൻ്റ് പോസ്ചർ. അത് പറഞ്ഞാൽ പ്രൊജക്ട്സ് പവർ ആൻഡ് അതോറിറ്റി. ഇവിടെ നമ്മൾ ഒരു വ്യക്തി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു വലിയൊരു പവറും അതോറിറ്റിയൊക്കെ ഉള്ളൊരു ആളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് യാതൊരു ടെൻഷൻ ഉണ്ടാവില്ല. കാരണം കുറേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം അദ്ദേഹം ഷോൾഡേഴ്സൊക്കെ ഫ്രീ ആയിക്കൊണ്ട് കൈയൊക്കെ ബാക്കിലോട്ട് കെട്ടിയിട്ട് അത്യാവശ്യം സ്പേസ് ഒക്കെ എടുത്തിട്ടായിരിക്കും അയാളൊരു മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ദ ഫോർത്ത് വൺ ഈസ് സബ്മിസീവ് പോസ്ചർ. അത് പറഞ്ഞാൽ തീരെ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു പൊസിഷനാണ്. അതായത് അദ്ദേഹത്തിന് തന്നെ ഒരു വിശ്വാസമില്ല, അദ്ദേഹം ഒരു ചെറിയൊരാളാണ്, ഒരു കുനിഞ്ഞിരിക്കുക, ഐ കോണ്ടാക്റ്റ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. ഇനി അടുത്ത ഫിഫ്ത്ത് വൺ റിലാക്സ്ഡ് പോസ്ചർ. അത് പറഞ്ഞാൽ ഭയങ്കര കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കാമായിട്ട് കൂളായിക്കൊണ്ട് മറ്റൊരാളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കാമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു എൻവറോൺമെൻ്റലി ഒരു പീസ് ആയിട്ടുള്ളൊരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടന്നു പോകും. അപ്പോൾ ഇതാണ് ടൈപ്സ് ഓഫ് ബോഡി പോസ്ചർ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് സിഗ്നിഫിക്കൻസ് ഓഫ് ബോഡി പോസ്ചേഴ്സ് ആണ്. അതിൽ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിനെ നമ്മൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖയിലെടുത്തുക, അദ്ദേഹത്തിൻ്റെ ആ ഒരു പേഴ്സണാലിറ്റി, കോൺഫിഡൻസ്, അദ്ദേഹം കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് എങ്ങനെയുണ്ട്, അതാണ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ നമ്മൾ പറയില്ലേ. അപ്പോൾ അതാണ് ഫസ്റ്റ് ഇംപ്രഷൻ. സെക്കൻഡ് പോയിന്റ് ഈസ് ഇമോഷണൽ എക്സ്പ്രഷൻ. നമ്മൾ ഒരു വ്യക്തി കമ്മ്യൂണിക്കേഷൻ്റെ കൂടെ അദ്ദേഹം ഇമോഷണലി എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക വെച്ചാൽ ഹാപ്പിനെസ് ആണെന്നുണ്ടെങ്കിൽ റിലാക്സ്ഡ് ആയിട്ടൊക്കെ ആയിരിക്കും കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. പക്ഷേ ഭയങ്കര സാഡ് ആയിട്ടാണ് അദ്ദേഹം ആ ഒരു കമ്മ്യൂണിക്കേഷൻ അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ എന്നുണ്ടെങ്കിൽ അദ്ദേഹം അതൊരു സ്ലൗഷ്ഡ് ആയിട്ട്, അതായത് കുനിഞ്ഞിരുന്നു കൊണ്ട് ഐ കോണ്ടാക്ട് ഒക്കെ അവോയ്ഡ് ആയിക്കൊണ്ടേക്കാളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. മൂന്നാമത്തത് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ്. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പോസ്ചർ, ആ ഒരു ബോഡിയുടെ പൊസിഷൻസും അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസിനൊക്കെ ഭയങ്കര വീക്കായിരിക്കും. അതുപോലെ തന്നെ കുനിഞ്ഞിരുന്നു കൊണ്ടും പിന്നെ എന്താ പറയുക, ഐ കോണ്ടാക്ട് ഇല്ലാതെയും ഒരു ലാക്ക് ഓഫ് എനർജി, അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും ഒരു എനർജി ഫീൽ ചെയ്യില്ല. അപ്പോൾ ഇതൊക്കെയാണ് സിഗ്നിഫിക്കൻസ് ഓഫ് ബോഡി പോസ്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ഫേഷ്യൽ എക്സ്പ്രഷൻസ്. അതായത് ഇവിടെ നമ്മൾ നോൺ വെർബലിക്കലി ആയിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു വ്യക്തിനോട് വെർബലി ആയിക്കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇമോഷൻസ്, തോട്ട്സ് ഇതൊക്കെ പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ് ഈ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനുമായി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഓരോ ഇമോഷൻസ് ആയിരിക്കും, അതുപോലെ തന്നെ ഇൻറ്റൻഷൻസ്, റിയാക്ഷൻസ് ഇതൊക്കെ ആയിരിക്കും കൂടുതൽ അവിടെ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫേഷ്യലിലൂടെ ആയിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക എന്നാണ് പറയണത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഫേഷ്യൽ എക്സ്പ്രഷൻ ആണ്. ഫസ്റ്റ് വൺ ഹാപ്പിനെസ്. അതായത് നമുക്കൊരു സന്തോഷം ഉണ്ടാകുമ്പോൾ, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഹാപ്പിയാണ് നമ്മുടെ സിറ്റുവേഷൻ എന്നുണ്ടെങ്കിൽ അവിടെ ഫീച്ചേഴ്സ് നമ്മളെപ്പോഴും സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കും, നമ്മളെ ചീക്കൊക്കെ ഭയങ്കര വിടർന്നുകൊണ്ട് നിൽക്കും, അതുപോലെ തന്നെ കണ്ണുകളൊക്കെ നല്ല വിരിഞ്ഞോട് നിൽക്കും. പിന്നെ സാഡ്നെസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു എന്തോ ഒരു ഡിസ്കംഫേർട്ടും ഒരു ഡിസപ്പോയിൻമെൻ്റൊക്കെ അതിൽ ടൈപ്പിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുണ്ടൊക്കെ താഴ്ന്നു പോകും, അതുപോലെ തന്നെ നമ്മളെ കണ്ണിന്നൊക്കെ ഡ്രോപ്സ്, കണ്ണീരൊക്കെ വരാനുള്ളൊരവസ്ഥ ആവും. ആങ്കറിൻ്റെ കേസാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ദേഷ്യം പിടിച്ച് നിൽക്കുന്ന ടൈമാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികം നമ്മൾ ചുണ്ടൊക്കെ പല്ലൊക്കെ കടിച്ച് നിൽക്കുന്ന സിറ്റുവേഷന്. സർപ്രൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഷോക്ക് ആയിക്കൊണ്ട് ഭയങ്കര സഡൻ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഷോക്ക് ആയിക്കാണ് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐബ്രോസൊക്കെ റേസ് ആവും, അതുപോലെ തന്നെ നമ്മളെ കണ്ണൊക്കെ കൊണ്ട് വലുതാവും. പിന്നെ ഫിയറിൻ്റെ കേസ് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും പേടി വരും, ഒരു ഡേഞ്ചർ, ആൻസൈറ്റി ഇങ്ങനത്തെ പേടി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഐബ്രോസൊക്കെ റേസ് ആവുന്നു, അതുപോലെ തന്നെ കണ്ണൊക്കെ വിട്ടിരുന്നു. ഇങ്ങനെ ഡിസ്കസ്റ്റ് അറിയുമ്പോൾ നമുക്ക് ഒന്നിനൊരു അറപ്പ് തോന്നുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത് മൈബോസൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ, മൈബോസ് മൂവിയില്ലേ, അതിൽ ആ ഒരു മോഹൻലാൽ ഫുഡ് കഴിക്കുന്ന രീതി കാണുമ്പോൾ നമുക്കൊക്കെ ഒരു ഡിസ്കസ്റ്റിംഗ് ഫീൽ തോന്നുന്നത്. അപ്പം നമ്മുടെ മൂക്കൊക്കെ ചുളിയുക, അതുപോലെ തന്നെ നമ്മളെ ലിപ്പൊക്കെ മേലോട്ട് വരിക, അങ്ങനത്തെ സിറ്റുവേഷൻ. പിന്നെ കോണ്ടാക്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു റിയാക്ഷൻ ഒന്നും ഇല്ലാത്തൊരു ചെറിയ സ്മൈല്. അപ്പം ഇതാണ് ടൈപ്സ് ഓഫ് ഫേഷ്യൽ എക്സ്പ്രഷൻസിൻ്റെ പറയണത്. ഇനി ഫേഷ്യൽ എക്സ്പ്രഷൻ്റെ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ഒന്നാമത്തത് ഇമോഷണൽ ഇൻസൈറ്റ്. അതായത് നമ്മളൊരു വ്യക്തിയുമായിട്ട് വെർബൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ കൂടുതൽ ഇമോഷണൽസ് നമ്മൾ ഫേഷ്യലി എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ എന്താണ് ആ കമ്മ്യൂണിക്കേഷൻ എന്ന് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. രണ്ടാമതായി പറയുന്നത് സോഷ്യൽ ബോണ്ടിങ്. അതായത് ഇവിടെ ബോണ്ടിങ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത് കണക്ഷൻസ് ത്രൂ ആണ്. അതായത് എമ്പത്തി ആയിക്കാണ്ടും അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ടുള്ള നമ്മൾ കണക്ഷൻസ് ആണ് ഇവിടെ ബിൽഡ് ചെയ്യണത്. മൂന്നാമത്തേത് കോണ്ടസ്റ്റ് ക്ലോസ്. അതായത് ഇവിടെ സെയിം ഒന്നാമത്തെ പോയിന്റ് തന്നെ നമ്മളൊരു വെർബൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫേഷ്യലി ആയിക്കാണ്ടുള്ള എക്സ്പ്രഷൻസ് ക്ലോ ആയി കിട്ടുമ്പോഴാണ് അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് കൾച്ചറൽ ഇൻ്റലിജൻസ്. അതായത് നമ്മുടെ ഈ ഒരു ഗ്ലോബലൈസേഷനിൽ ഓരോ വ്യക്തിക്കും സക്സസ് ആയിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ കൾച്ചറൽ ഇൻ്റലിജൻസ് നിർബന്ധമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കൾച്ചറൽ ഇൻ്റലിജൻസ് ഓരോ വ്യക്തിയെയും എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ഡിസിഷൻസ് മേക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ള വ്യക്തികളോട് കമ്മ്യൂണിക്കേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഓരോ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും അത് തിരഞ്ഞെടുക്കാനൊക്കെയാണ് ഈ ഒരു കൾച്ചറൽ ഇൻ്റലിജൻസ് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വൽസിനെയും ഈ ഒരു കൾച്ചറൽ ഇൻഡിവിജ്വൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എങ്ങനെ ത്രൈവ് അക്രോസ് കൾച്ചേഴ്സ്. അപ്പോൾ ഇതാണ് ഡെവലപ്പിംഗ് കൾച്ചറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇതിൽ
നമ്മൾ എങ്ങനെയാണ് ഒരു കൾച്ചറൽ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. അതിലൊന്നാമതാണ് എൻഹാൻസ് സെൽഫ് അവെയർനെസ്. അതായത് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുക. നമ്മളെ കൾച്ചേഴ്സ് എന്തൊക്കെയാണോ അതൊക്കെ ഒന്ന് വിലയിരുത്തുക. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ സജഷൻസ്, അതുപോലെ തന്നെ അസംഷൻസ്, നമ്മുടെ കൾച്ചറിൻ്റെ മേലുള്ള നമ്മളെ അസംഷൻസൊക്കെ എങ്ങനെയാണെന്ന് വിലയിരുത്തുക. അതുപോലെ തന്നെ നമ്മുടെ പാസ്റ്റിൽ ഇപ്പം നമ്മുടെ കൾച്ചേഴ്സ് യൂസ് ചെയ്ത് കൊണ്ടുവരുന്ന ഓരോ മിസ്റ്റേക്കുകളൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ നോക്കുക. അതാണ് എൻഹാൻസ് സെൽഫ് അവെയർനെസ്. രണ്ടാമത്തത് ബിൽഡ് മോട്ടിവേഷൻ, അതായത് CQ ഡ്രൈവ്. അത് പറയുമ്പോൾ നമ്മൾ മറ്റുള്ള പേഴ്സൺസിൻ്റെ മറ്റുള്ള കൺട്രീസുകളുടെയൊക്കെ രാജ്യങ്ങളുടെയൊക്കെ കൾച്ചേഴ്സ് നമ്മൾ റീഡ് ചെയ്യുക, ഒക്കെ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടും റീഡ് ചെയ്തുകൊണ്ടും മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കണ വഴി നമുക്ക് എന്താണ് അവരുടെ കൾച്ചേഴ്സും നമുക്ക് പേഴ്സണലായിക്കാണ്ടും പ്രൊഫഷണലായിക്കാണ്ടും ഗ്രോത്ത് ഉണ്ടാവും. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ. തേർഡ് പോയിന്റ് ഈസ് എക്സ്പാൻഡ് നോളജ്, CQ നോളജ്. അതായത് ഇവിടെ പറയണത് നമ്മൾ മറ്റുള്ള കൾച്ചേഴ്സിനൊക്കെ വാല്യൂ ചെയ്യണം. അതുപോലെ തന്നെ ട്രഡീഷൻസ്, അവരുടെ എല്ലാ കാര്യങ്ങളും വാല്യൂ ചെയ്യണം എന്നാണ് പറയണത്. ഇതിന് പറയണത് മെയിനായിട്ട് നമ്മൾ ഹോഫ്സ്റ്റീഡ്സിൻ്റെ ഡയമെൻഷൻ തിയറി ഉണ്ടല്ലോ, അതാണ് മെയിനായിട്ട് ഇവിടെ പറയണത്. പിന്നെ ഫോർത്ത് പോയിന്റ് ഈസ് പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്. അത് പറയുമ്പോൾ നമ്മൾ ഇപ്പം അവരുടെ പല കൾച്ചേഴ്സിൻ്റെയും ബോഡി ലാംഗ്വേജ്, അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസ്, നമ്മൾ CQ സ്ട്രാറ്റജി ആട്ടോ. നമ്മളൊരു കൾച്ചറൽ ഇൻ്റലിജൻസ് ഒന്നുകൂടി ഡെവലപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസും ഇതൊക്കെ നമ്മൾ ചേഞ്ച് ആക്കണം അല്ലേ. ഇതൊക്കെ ചേഞ്ച് ആക്കുമ്പോഴേ നമുക്ക് കുറച്ചുകൂടി ഡെവലപ്ഡ് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാം നമ്മൾ ഡിഫറെൻറ്റ് കൾച്ചേഴ്സിൻ്റെ ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നു. പിന്നെന്താണ് അഡാപ്റ്റ് ബിഹേവിയർ, അതായത് CQ ആക്ഷൻ. നമ്മൾ കുറച്ചുകൂടി ഫോർമൽ ആയിക്കൊണ്ട് ഇൻഫോർമൽ ലാംഗ്വേജസ് ഒക്കെ ഒഴിവാക്കി നമ്മൾ കുറച്ചുകൂടി ഫോർമൽ ആയിക്കൊണ്ട് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസ് ഒക്കെ മാറ്റിക്കൊണ്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് സ്റ്റെപ്സ് ടു ഡെവലപ്പ് കൾച്ചറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ടോപ്പിക്കോട് കൂടി ബിസിനസ് കമ്മ്യൂണിക്കേഷനിലെ സെക്കൻഡ് മൊഡ്യൂൾ ഇവിടെ ഫിനിഷ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് മൊഡ്യൂൾ നമുക്ക് നെക്സ്റ്റ് പാർട്ടിലെടുക്കാം.